നമ്മുടെ ജീവിതത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യമാണ്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ജടികാസക്തികളെയും അതുപോലെ കുറവുകളെയും അതിജീവിക്കാൻ നന്നായിട്ട് ഉപവാസം എടുക്കണം. നന്മകൾ ചെയ്യാനുള്ള നല്ലൊരു മനസ്സുണ്ടാകണം. ഇതൊക്കെ ചെയ്യുമ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. ദൈവസന്നിധിയിൽ പ്രകടനങ്ങൾ, അഭിനയങ്ങൾ അത്യാവശ്യമില്ല. സമർപ്പണമാണ് അത്യാവശ്യം. ഈ ദൈവസന്നിധിയിൽ വന്ന് ആരും കൈകൂപ്പി പിടിച്ച് ഭക്തനാണെന്ന് കാണിക്കണ്ട. നിന്റെ യഥാർത്ഥ ഭാവം കർത്താവിനറിയാം. നീ എന്താണ് ഇപ്പോൾ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിന്റെ ഉള്ളിൽ നടക്കണേ? ഏത് വഴിയിലൂടെ നീ പോകണേ? ഇതറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ മണ്ടനാവുകയാണ്. ചിന്തിച്ചു നോക്കിയേ. മനുഷ്യന്റെ മുമ്പിൽ അത് കാണിക്കുകയാണ്. മനുഷ്യനിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ മുകളിലേക്കൊക്കെ നോക്കി നിന്ന് അല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്യും. പക്ഷെ ദൈവത്തിനറിയാം പാപിയാണോ, അല്ലെങ്കിൽ ഇത് അഭിനയമാണോ, ഇത് പ്രകടനമാണോ, എന്തിനുള്ളതാണ്. അതുകൊണ്ട് ഒരു നാടക നടനെ പോലെ, നാടക നടിയെ പോലെ അഭിനയിക്കാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ വരാതിരിക്കുക. നീ കണ്ണാടിയുടെ മുമ്പിലാണ്. നിന്റെ കണ്ണാടിയിൽ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കണ്ണാടി തന്നെ പ്രതിഫലിപ്പിക്കില്ലേ? അതേപോലെ മനസ്സിലാകുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഉപവാസം എടുക്കുമ്പോഴായാലും പ്രാർത്ഥിക്കുമ്പോഴായാലും ദാനധർമ്മം ചെയ്യുമ്പോഴായാലും ദൈവമെല്ലാം കാണുന്നു എന്നുള്ളതാണ്. അത് നീ മനസ്സിലാക്കി ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ദൈവം നമുക്ക് തരുമെന്നുള്ള പ്രതീക്ഷയോടെ ചെയ്യുക. മനുഷ്യർ കാണാൻ വേണ്ടി ഒരാളും ചെയ്യാതിരിക്കുക. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നീ മനുഷ്യൻ കാണാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. മനുഷ്യൻ കണ്ടു കഴിഞ്ഞു. അടുത്ത് നിൽക്കുന്ന സഹോദരി കാണാനാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും കാണാൻ വേണ്ടിയാണ്. അതിൻ്റെ നിർബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ പള്ളിയിൽ വന്നത്. അപ്പനും അമ്മയും കണ്ടു കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. അതല്ല നീ ചെയ്യുന്നത് ദൈവം കാണാൻ വേണ്ടി ആയിരിക്കട്ടെ. ഒരു ചെടിക്ക് ആ ചെടിയെ വളർത്തുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ മനുഷ്യരാക്കി മാറ്റാൻ ഈ 3 കാര്യം നിർബന്ധം ചെയ്യുമ്പോൾ, പക്ഷെ അഭിനയത്തോടു കൂടി ആകാതിരിക്കട്ടെ. ദൈവം ദാനം ചെയ്യും, അല്ലെങ്കിൽ ദൈവം നമുക്ക് പ്രതിഫലം നൽകുമെന്ന ബോധ്യത്തോടു കൂടി ഈ നിമിഷം ചെയ്യാൻ സാധിക്കട്ടെ. അതുകൊണ്ട് എടുക്കുമ്പോൾ ഏറ്റവും ഭക്തിപൂർവ്വം ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു ബന്ധമായിരിക്കണം ഇതിലെ ആഴപ്പെടേണ്ടത്. അല്ലാണ്ട് മനുഷ്യരറിയുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുക. ഞാനിത് അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അതുണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ ഈ പുകഴ്ത്തുകളിൽ പറഞ്ഞ് നടക്കുന്ന വ്യക്തിയായിട്ട് മാറാതിരിക്കണം. നീ ചെയ്യുന്നത് നീ നിന്റെ ദൈവം മാത്രം അറിയുന്ന ഒരു നല്ലൊരു ആഴപ്പെട്ട ബന്ധത്തിൻ്റെ നിമിഷങ്ങളായിട്ട് മാറട്ടെ. പ്രാർത്ഥിക്കും.